എല്ലാവർക്കും നമസ്കാരം. നീറ്റ് ആസ്പിരന്റ് ആയിട്ടുള്ള കുട്ടികൾക്കുള്ള ഒരു വാർത്തയാണ്. 2025 നീറ്റ് എക്സാമിനേഷന്റെ സിലബസ് നീറ്റ് എക്സാമിനേഷന്റെ NTA സൈറ്റിൽ കൊടുത്തിട്ടുണ്ട്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള സിലബസ് ആണ്. വലിയ വ്യത്യാസമൊന്നുമില്ല. കഴിഞ്ഞ വർഷത്തെ സിലബസുമായി വലിയ വ്യത്യാസമൊന്നുമില്ലാത്ത സിലബസ് ആണ്. സിലബസ് സൈറ്റിനകത്തുണ്ട്. നീറ്റ് ആസ്പിരന്റ് ആയിട്ട് ആൾക്കാർ ഈ സിലബസ് ഡൗൺലോഡ് ചെയ്ത് ചാപ്റ്റേഴ്സും അതിന്റെ കണ്ടന്റും ഒക്കെ ഒന്ന് പരിശോധിക്കുന്നത് നന്നായിരിക്കും. ഏതെങ്കിലും പോർഷൻസ് നിങ്ങൾ പഠിച്ചത് വേണ്ടാത്തതായിട്ടുണ്ടോ, നിങ്ങൾ പഠിക്കാത്തതായി ഏതെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ എന്ന് നോക്കാനായിട്ട് സിലബസ് അപ്ഡേറ്റ് ചെയ്ത് നോക്കുന്നത് ഏറ്റവും നന്നായിരിക്കും. അതുപോലെ തന്നെ നീറ്റ് എക്സാമിനേഷന്റെ നോട്ടിഫിക്കേഷനും ഉടൻ തന്നെ വരാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ ഏറ്റവും കൂടുതൽ നമുക്ക് അറിയേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വർഷം നീറ്റ് എക്സാമിനേഷൻ ഓൺലൈൻ മോഡിലായിരിക്കുമോ ഓഫ്ലൈൻ മോഡിലായിരിക്കുമോ എന്നുള്ള സംശയം മാത്രമാണ് ഉള്ളത്. മോസ്റ്റ് പ്രോബബ്ലി ഓഫ്ലൈൻ എന്ന് പറയുന്നത് ഉണ്ടാവാനുള്ള ചാൻസ് വളരെ കുറവാണ്. ഓൺലൈൻ തന്നെ ആക്കാനുള്ള ശുപാർശയാണ് ഏറ്റവും കൂടുതലായിട്ട് വന്നിട്ടുള്ളത്. അല്ലെങ്കിൽ ഹൈബ്രിഡ് ആയിട്ടുള്ള മോഡലിൽ നടത്താനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നീറ്റ് എക്സാമിനേഷൻ മാനുവലായി ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഓൺലൈൻ എക്സാമിനേഷൻ എഴുതുന്ന ഒരു പ്രാക്ടീസ് കൂടി ചെയ്യുന്നത് നന്നായിരിക്കും. ഓഫ്ലൈനിനേക്കാൾ കുറച്ചുകൂടി പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ഓൺലൈൻ എക്സാം ആണ് എളുപ്പമായിട്ടുള്ളത്. നമുക്ക് കുറച്ച് ടൈമൊക്കെ നമുക്ക് സേവ് ചെയ്യാൻ പറ്റുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അതിനനുസരിച്ചുള്ള രീതിയിൽ പ്രിപ്പയർ ചെയ്യാൻ നമുക്ക് കഴിയും. അങ്ങനെ 2025 നീറ്റ് എക്സാമിനേഷൻ വരവായി. അതിന്റെ ആദ്യ സ്റ്റെപ്പ് എന്ന നിലയിൽ അതിന്റെ സിലബസ് ആണ് ആദ്യം പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. അതിനോടനുബന്ധമായി അതിന്റെ പരീക്ഷാ ഡേറ്റുകൾ, അതുപോലെ തന്നെ ആപ്ലിക്കേഷൻ അയക്കാനുള്ള ഡേറ്റുകൾ, അതുപോലെ തന്നെ ആപ്ലിക്കേഷനോടൊപ്പം തന്നെ നമ്മൾ എന്തൊക്കെ ഡോക്യുമെന്റുകൾ വെക്കണം, ഈ കാര്യങ്ങളെ കുറിച്ചുള്ള വളരെ വ്യക്തത ഉടൻ തന്നെ ആ സൈറ്റുമായിട്ട് ബന്ധപ്പെട്ട് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് നന്നായിരിക്കും. താങ്ക് യു.